മാർക്സ് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യത്വത്തിൻ്റെ പീക്കിനെയാണ്. മനുഷ്യനാകണം മനുഷ്യനാകണം, പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം. ഈ മതരാഷ്ട്രബോധമുള്ളവർക്ക് ഭരണം മേൽക്കൈ ഈ ഇലക്ഷനിൽ കിട്ടുകയാണെങ്കിൽ അവർ രാജ്യത്തിൻ്റെ ഭരണഘടനയെ പൂർണ്ണമായും തച്ചുടയ്ക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഭരണഘടന ആമുഖത്തിൻ്റെ തുടക്കം എന്തായിരിക്കും? ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന അമെൻമെൻ്റ് ആയിരിക്കും ആദ്യം കൊണ്ടുവരാൻ പോകുന്നത്. ഇനി കുറേ കാലം കഴിഞ്ഞാൽ ആ ഗോഡിന് പേരുണ്ടാകും. ഇൻ ദ നെയിം ഓഫ് റാം എന്നായിരിക്കും വരാൻ പോകുന്നത്. നമസ്കാരം, ഏവർക്കും കൈരളി ന്യൂസ് ഓൺലൈനിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ വോട്ട് ഫോർ ഇന്ത്യയിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ പ്രിയ കവി മുരുകൻ കാട്ടാക്കടയാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ശ്രീ മുരുകൻ കാട്ടാക്കട. ആദ്യം തന്നെ നമുക്കൊരു അങ്ങയുടെ ഒരു കവിത ചൊല്ലിക്കൊണ്ടാവാം തുടക്കം, അല്ലേ? അല്ല, കവിത എന്ന് പറയുന്നത് സ്വാഭാവികമായുള്ള കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും ഈ വോട്ട് ഫോർ ഇന്ത്യ എന്ന ക്യാപ്ഷൻ വളരെ നല്ലതാണ്. കാരണം ഇന്ത്യ എന്ന സ്വത്വം വേണമോ വേണ്ടയോ എന്ന് ഒരു ആശങ്കയിൽ, ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. അപ്പം ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്ന ഉത്തരവാദിത്വ സമ്പൂർണ്ണമായ ക്യാപ്ഷൻ, അതിനുള്ള സ്നേഹമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ എൻ്റെ സ്വന്തമെന്ന് നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം, നമുക്ക് കാവലാകണം. ഇനി നമുക്കൊരിക്കലും ഇന്ത്യ എന്ന്, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയതാണ്. ഇന്ത്യ എൻ്റെ സ്വന്തമെന്നോ നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം, നമുക്കു കാവലാകണം. 100 വർണ്ണമുള്ള 100 പൂവുകൾ നിറഞ്ഞ പൂവനമാണിന്ത്യ എന്ന നേരു ചൂണ്ടണം. വിത്തു തിന്നു വിളവു തിന്നൊരൊറ്റ മരം മാത്രമുള്ള കെട്ടകാടതാകുവാൻ വിടില്ല നമ്മൾ ഇന്ത്യയെ. ഇന്ത്യ എൻ്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം, നമുക്കു കാവലാകണം. 100 വർണ്ണമുള്ള 100 പൂവുകൾ നിറഞ്ഞ പൂവനമായിരുന്ന ഇന്ത്യയെ വിത്ത് തിന്ന് വിളവ് തിന്ന ഒറ്റ മരം മാത്രമുള്ള കെട്ടകാടതാക്കുവാൻ വിടില്ല നമ്മൾ ഇന്ത്യ എന്ന പ്രതിജ്ഞയാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ എടുക്കേണ്ടത്. കാരണം വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുകയും ബഹുസ്വരതയെ ഇല്ലാതാക്കുകയും ഏകതാനതയെ, ഒരു വിഭാഗീയതയെ, ഒരു ഫാസിസത്തെ ഇന്ത്യയുടെ അടയാളമാക്കി മാറ്റാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴുക്കുന്ന വർത്തമാനകാലത്തിലാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യുക, വോട്ട് ഫോർ ഇന്ത്യ എന്ന നിങ്ങളുടെ ക്യാപ്ഷൻ വളരെ ഗംഭീരമാണ്. അങ്ങ് എഴുതിയ കവിതയാണ് കർഷകന്റെ ആത്മഹത്യക്കുറിപ്പ്. ഈ ഇലക്ഷൻ നടക്കുന്ന തൊട്ടു മുൻപ് പോലും കർഷകർ സമരം ചെയ്യുകയാണ് ഡൽഹി അതിർത്തിയിൽ. ഇപ്പോൾ കർഷകന്റെ ആത്മഹത്യ എന്നുള്ള സംഗതിയോടൊപ്പം തന്നെ കർഷകരെ കൊലപ്പെടുത്തുന്ന ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഈ കൃഷി എന്ന് പറയുന്നത് ആണല്ലോ നമ്മുടെ അടിസ്ഥാനപരമായ ലോകത്തേത് മനുഷ്യൻ അവൻ്റെ നൊമാഡിക് ജീവിതം അവസാനിപ്പിച്ച് അവൻ സ്ഥിരജീവിതം, നമ്മൾ കാണുന്ന ഒരു പൊതുജീവിതം തുടങ്ങുന്ന കാലം നമുക്കറിയാം, ചരിത്രത്തിലറിയാം. ആ കാലം മുതൽ നമുക്ക് ആവശ്യമായ ജൈവസന്ധാരണത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ സ്വയം ഉണ്ടാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ കൃഷി എന്ന് പറയുന്നതാണ് മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു സമൃദ്ധമായ കാർഷിക രാജ്യമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഭൂരിപക്ഷം ജനത കൃഷിയിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു. ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൻ്റെ മുഖ്യ പങ്ക് നൽകിയിരുന്നത് കൃഷിയായിരുന്നു. എന്നാൽ കൃഷിയെ ഈ കമ്പോളവൽക്കരണം വരികയും ഈ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന് ഭരണകൂടം വഴങ്ങുകയും ചെയ്തതിന് ശേഷം കൃഷി ഒരു മോശം കാര്യമായി മാറി. കൃഷി ലാഭമില്ലാത്തതെല്ലാം പോവും. ഈ കമ്പോളത്തിൽ, കോർപ്പറേറ്റ് ജീവിതത്തിൽ ലാഭത്തിനാണ് പ്രാധാന്യം. എന്ത് നേടും, എന്ത് കിട്ടും എന്നതാണ്. ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടാൽ അത് ഉപേക്ഷിക്കപ്പെടും. അങ്ങനെ ഒന്നും കിട്ടാത്ത ഒരു സാധനമാക്കി നമ്മുടെ ഭരണകൂടം കൃഷിയെ മാറ്റിയെടുത്തു നമ്മുടെ നയങ്ങളിലൂടെ. അതിൻ്റെ ഭാഗമായി കർഷകർ ഇന്ത്യയിൽ പൊതുവേ ദുരിതത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിലെ ജനങ്ങളുടെ പ്രതിശീർഷ വരുമാനം
അവരുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതലാണ്. ആ കൂടുതൽ എവിടെ നിന്നാണ് അവർക്ക് കിട്ടുന്നത്? അവിടെ കൃഷി ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് പഞ്ചാബ്. അതുകൊണ്ട് തന്നെ കൃഷിയാണ് അവരുടെ പ്രതിശീർഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിശീർഷ വരുമാനക്കാരായി പഞ്ചാബിനെ നിലനിർത്തുന്നത് കൃഷിയായിരുന്നു. പക്ഷെ ആ കൃഷി പഞ്ചാബിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രതികരണമായിട്ടാണ് ഈ കർഷക സമരങ്ങൾ നടക്കുന്നത്. ഈ കർഷക സമരത്തെ അടിച്ചൊതുക്കുകയാണ് ചെയ്യുന്നത്, പരിഹസിക്കുകയാണ് ഭരണകൂടം ചെയ്യുന്നത്. ഭരണകൂടം കർഷക സമൂഹത്തെ, കർഷകരെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് കാണുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഇനി കോർപ്പറേറ്റുകൾക്കാണ് സ്ഥാനമുള്ളത്, കൃഷിക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ് ഒരു ചെറിയ വിഭാഗം കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അടിയറ വച്ചതിൻ്റെ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണമാണ് കൃഷിക്കാരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ആ കർഷക സമരത്തെ പൂർണ്ണമായി അടിച്ചമർത്തുന്ന ഒരു ഭരണകൂട രീതിയാണ് നിലനിൽക്കുന്നത്. ഇതിനൊക്കെയുള്ള പ്രതികരണം എന്ന രീതിയിലായിരിക്കണം ഇന്ത്യയിൽ ഇന്ത്യക്കാർ പ്രബുദ്ധരാണെങ്കിൽ ഇതിനെല്ലാം എതിരെയുള്ള ഒരു പ്രബുദ്ധമായ മറുപടിയായിരിക്കും ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ഇപ്പോൾ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്, ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിൻ്റെ യമുനയാണ്, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക, ഇനി എൻ്റെ ശാന്തിയുമെടുത്തു കൊള്ളുക എന്നാണ് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കർഷകൻ്റെ ഇന്ത്യയിലെ അവസ്ഥയെ ചിത്രീകരിക്കുമ്പോൾ തന്നെ എഴുതിയതാണ് ആ കവിത, ഒരു കർഷകൻ്റെ ആത്മഹത്യാ കുറിപ്പ്. കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, കർക്കിടകം എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ, മാനത്തു കണ്ണികൾ മാരശരമെയ്യുന്ന മാനസ സരസാം ജലച്ചെപ്പുകൾ, ധ്യാനിച്ചു നിൽക്കുന്ന ശ്വേത സന്യാസികൾ, നാണിച്ചു നിൽക്കും കുളക്കോഴികൾ, പോയി മറഞ്ഞെങ്ങോ വിളക്കാല ഭംഗികൾ, വറുതി കത്തുന്നു കറുക്കുന്നു ചിന്തകൾ, ഇനി എൻ്റെ ബോധവുമെടുത്തു കൊള്ളുക, ഇനി എൻ്റെ ബോധവുമെടുത്തു കൊള്ളുക എന്നാണ്. അപ്പോൾ ഈ നമ്മളെ കേരളത്തിൽ തന്നെ കർഷകർ ഈ കൃഷി ഇങ്ങനെ നശിച്ചു തുടങ്ങിയപ്പോൾ അവർ റബ്ബർ കൃഷിയിലേക്കെങ്കിലും പോയി. ആ റബ്ബർ കൃഷി സമ്പന്നമായി വരുന്ന സമയത്ത് സ്വാഭാവിക റബ്ബർ കൃഷി ചെയ്യുന്ന അധ്വാനിക്കുന്ന കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണ കർഷകർ ഒരുവിധം പച്ചുപടിച്ചു വരുന്ന കാലത്താണ് MRF ടയേഴ്സ് പോലുള്ള വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ കടന്നു വരികയും അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഈ സിന്തറ്റിക് റബ്ബറിൻ്റെ ധാരാളമായ ഇറക്കുമതിക്ക് ബോധപൂർവമായ അനുവാദം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ റബ്ബർ കൃഷിയെയും ഇല്ലാതാക്കിയത്. ഇപ്പോൾ തീർച്ചയായും കുറച്ച് കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളും അതിനനുസരിച്ച് കിട്ടുന്ന കമ്പോള നന്മകളെ ഉപയോഗപ്പെടുത്തുക, അല്ലെങ്കിൽ കമ്പോള നേട്ടങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്ന ഭരണകൂട ചിന്ത നമ്മുടെ ഇന്ത്യയിലെ കൃഷിയെയും നമ്മുടെ സാംസ്കാരിക തനിമയെയും നമ്മുടെ യാഥാർത്ഥ്യങ്ങളെയും നമ്മുടെ നട്ടലിനെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വഴുക്കുന്ന വർത്തമാനകാലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ നമ്മുടേത് ജനാധിപത്യ രാജ്യമാണ്, പക്ഷെ അതൊരു ഹിന്ദു മത രാഷ്ട്രമാക്കി മാറ്റാനുള്ള തീവ്രമായിട്ടുള്ള നീക്കം നടക്കേണ്ട രാജ്യത്ത്. അപ്പം ഈ രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയും ഉയർത്തിപ്പിടിക്കേണ്ടത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഘട്ടത്തിൽ വോട്ടർമാരോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യ ഒരു മതേതര രാജ്യമായി തുടരണോ അതോ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറണമോ എന്ന ഏറ്റവും കടുത്ത പ്രതിസന്ധി നിറഞ്ഞ ഒരു ടേണിംഗ് പോയിന്റിൽ ഇന്ത്യ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു വഴി രണ്ടായി പിരിയുന്നു, വഴി രണ്ടായി പിരിയുന്നു, ഇടവും വലവും തിരിയുന്നു, യാത്രയ്ക്കേതാണടയാളം ഒരു മാത്ര ഇരുട്ടാണിരുപുറവും. ഇങ്ങനെ വഴി രണ്ടായി പിരിയുകയാണ്. എങ്ങോട്ട്, വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്നുള്ളത്. അപ്പോൾ ഈ വലത്തോട്ട് പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഒരു മതരാഷ്ട്രമാവുക എന്നതാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ
ഇന്ത്യൻ ജനത പ്രബുദ്ധരായിരുന്നില്ലെങ്കിൽ, ഉണർന്നിരുന്നില്ലെങ്കിൽ, ജാഗ്രതയോടെ നിന്നില്ല എങ്കിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി അധപ്പതിക്കും. പകരം ഇന്ത്യ ജാഗ്രതയോടെയാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നേരിടുമെങ്കിൽ ഇന്ത്യയിലെ മതേതര മൂല്യങ്ങൾ, ബോധം നിലനിൽക്കുക തന്നെ ചെയ്യും. അത് നാളെ ലോകരാഷ്ട്രങ്ങൾക്ക് അഭിമാനകരമായിരുന്നു. ഇന്ത്യയെ ലോകം മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ ജനാധിപത്യ രാജ്യം എന്ന അർത്ഥത്തിലാണ്. ജനാധിപത്യ മതേതര രാഷ്ട്രം എന്ന പേര് മാത്രമാണ് ഇന്ത്യക്കുള്ളത്. അല്ലാതെ ഇന്ത്യ ഒരു പണക്കാരൻ രാഷ്ട്രം എന്ന രീതിയിലല്ല ലോകത്ത് അറിയപ്പെടുന്നത്. ഇന്ത്യ അറിയപ്പെടുന്നത് വൈവിധ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാഷ്ട്രമാണ് ആ നാട്. സ്വാമി വിവേകാനന്ദൻ്റെ നാട്, ഗാന്ധിയുടെ നാട്, അംബേദ്കറുടെ നാട്, ജവഹർലാൽ നെഹ്റുവിൻ്റെ നാട് എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. നാളെ മറ്റന്നാൾ ഇന്ത്യയെ ലോകത്ത് ഇപ്പോൾ ഉള്ള പല മതരാഷ്ട്രങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ഒരു പേരിന് നാമമാത്ര ജനാധിപത്യം നിലനിൽക്കുന്ന പാകിസ്ഥാൻ പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ബർമയിൽ പൂർണ്ണമായ ഏകാധിപത്യം അല്ലെങ്കിൽ മതരാഷ്ട്രം, പാകിസ്ഥാനിൽ നാമമാത്രമായി ജനാധിപത്യം നിലനിൽക്കുന്നത് പോലെ നാമമാത്ര ജനാധിപത്യം ഒരു മതരാഷ്ട്രം എന്ന പേര് ഇന്ത്യക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ഇലക്ഷൻ അതാണ് കാണിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വച്ചിരിക്കുന്ന മൂല്യങ്ങളിൽ അതൃപ്തിയുള്ള, വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം താല്പര്യമുള്ള ഭരണകൂടം ചെയ്തത് ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ ഉള്ള ഇന്ത്യ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലേ, സോളംലി കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഇന്ത്യ ഇൻറ്റു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ റിപ്പബ്ലിക് എന്നാണ്. അതിൽ നിന്ന് സോഷ്യലിസ്റ്റ് എന്ന വാക്കും സെക്കുലാർ എന്ന വാക്കും എടുത്തു കളഞ്ഞു. അപ്പോൾ സ്ഥിതി സമത്വ മതേതര എന്ന രണ്ട് വാക്കുകൾ എടുത്തു കളഞ്ഞു. അപ്പോൾ ഈ എടുത്തു കളയുന്നതിലൂടെ ഭരണകൂടം ആഗ്രഹിക്കുന്നത് എന്താണ്? ഇന്ത്യ ഒരു സ്ഥിതി സമത്വ രാഷ്ട്രമാകാനേ പാടില്ല. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിക്കണമെന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെയും മഹാബലിയുടെയും സങ്കല്പം ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. ബഹുരാഷ്ട്ര കമ്പനികൾ, കുത്തക മുതലാളിമാർ, ഇന്ത്യക്കകത്തെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് എല്ലാം ലഭിക്കുന്ന, പാവപ്പെട്ടവനായി തന്നെ നിന്നാലേ ഈ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടെങ്കിലേ പ്രോഫിറ്റ് ഉണ്ടാവൂ. അതുകൊണ്ട് സ്ഥിതി സമത്വം വരാനേ പാടില്ല. സോഷ്യലിസ്റ്റ് എന്ന വാക്ക് അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. സെക്കുലാർ എന്ന് പറഞ്ഞാൽ മത ഇതരമാണ്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന, എന്നാൽ രാജ്യത്തിന് മതമില്ലാത്ത, രാഷ്ട്രത്തിന് മതമില്ലാത്ത, എന്നാൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു സെക്കുലർ രാഷ്ട്രമല്ല ഇന്ത്യ. അങ്ങനെ ആവാൻ പാടില്ല. ഇന്ത്യ ഒരു മതരാഷ്ട്രമാകണമെന്ന ആഗ്രഹമാണ്. അപ്പോൾ സെക്കുലാർ, സോഷ്യലിസ്റ്റിക് എന്ന രണ്ട് വാക്ക് മാറുന്നത് ഇന്ത്യ ഒരിക്കലും സമത്വം ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യയിൽ ഒരിക്കലും മതേ സാഹോദര്യം ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യ ഒരു മതരാഷ്ട്രമാണ് എന്നാണ്. ഇപ്പം നമുക്ക് ഈ മതരാഷ്ട്ര ബോധമുള്ളവർക്ക് ഭരണം മേൽക്കൈ ഈ ഇലക്ഷനിൽ കിട്ടുകയാണെങ്കിൽ അവർ രാജ്യത്തിൻ്റെ ഭരണഘടനയെ പൂർണ്ണമായും തച്ചുടയ്ക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ രാജ്യത്തിലെ ആദ്യം ഈ പ്രിയാമ്പിളിലെ സെക്കുലർ ഡെമോക്രാറ്റിക് എന്ന വാക്കിനെയും ചിലപ്പോൾ ആദ്യം അവർ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും എന്നറിയാം. കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഊഹം ഇതാണ്, ഇന്ത്യയിൽ ഈ പറയുന്ന ഇപ്പോഴുള്ള ഫാസിസ്റ്റ് മതബോധം മേൽക്കൈയുള്ള ഒരു ഭരണകൂടം ഇന്ത്യയിൽ വരികയാണെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ വി ദ പീപ്പിൾ എന്നത് എടുത്തു കളയും. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി കൂടുമ്പോൾ ഒരു ചെറിയ വിഭാഗം ഹിന്ദു രാഷ്ട്രം ആഗ്രഹിച്ച പ്രതിനിധികൾ അന്ന് പറഞ്ഞു ദൈവനാമത്തിൽ എന്ന് തുടങ്ങണമെന്നാണ്. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങാൻ പാടില്ല, ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണമെന്ന് വാശി പിടിച്ചു. പക്ഷേ ബഹുഭൂരിപക്ഷവും അംബേദ്കറും ജവഹർലാൽ നെഹ്റുവിനെയും പോലുള്ള ദീർഘവീക്ഷണമുള്ള, വിദ്യാഭ്യാസമുള്ള, ബോധമുള്ള ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ത്യ വി ദ പീപ്പിൾ. ഈ ജാതിയുള്ളവനും മതമുള്ളവനും മതമില്ലാത്തവനും നിരീശ്വരനും ഈശ്വരവിശ്വാസിക്കും എല്ലാവർക്കും ഇടമുള്ള വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നാണ്. ഇവരാദ്യം ചെയ്യാൻ പോകുന്നത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്നാക്കും. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന തുടക്കത്തെ അവർ മാറ്റിയിട്ട് ഇൻ ദ നെയിം ഓഫ് ഗോഡ്, മനസ്സിലായി, എന്നാക്കും. ദൈവനാമത്തിൽ ഭരണഘടന തുടങ്ങുന്നു എന്നാക്കും. നോക്കിക്കോളൂ, ഈ വരാൻ പോകുന്ന ഇനി ഒരു മതബോധമുള്ളൊരു രാഷ്ട്ര ഭരണകൂടം വന്നാൽ അവർ ആദ്യം ചെയ്യുന്നത് ഭരണഘടന ആമുഖത്തിൻ്റെ തുടക്കം എന്തായിരിക്കും? ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന അമെൻമെൻ്റ് ആയിരിക്കും ആദ്യം കൊണ്ടുവരാൻ പോകുന്നത്. ഇനി കുറേ കാലം കഴിഞ്ഞാൽ ആ ഗോഡിന് പേരുണ്ടാകും, ഇൻ ദ നെയിം ഓഫ് റാം എന്നായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഇന്ത്യ ഒരു സമ്പൂർണ്ണ അന്ധകാരാധിഷ്ഠിത മതരാഷ്ട്രബോധത്തിലേക്ക് കൂപ്പുകുത്തണമോ അതോ ഇന്ത്യ ഒരു സമൃദ്ധമായ ലോകം ആരാധിക്കുന്ന ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കണമോ എന്ന ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ് ഇന്ത്യയിലെ പ്രബുദ്ധരായ പൗരന്മാരുടെ ഇടയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങയുടെ ഏറെ പ്രശസ്തമായ കവിതയാണ് മനുഷ്യനാവണം. മാർക്സിസവും മനുഷ്യസ്നേഹവും ഒന്നാണെന്ന് വിളിച്ചോതുന്ന ഒരു കവിതയാണ്.
ഇതര രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ഏറ്റുചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ഒരു മനുഷ്യനാവണം എന്ന കവിതയുടെ മാജിക്? അത് മനുഷ്യനാകണമെന്നാണല്ലോ മാർക്സ് പറഞ്ഞത്. എല്ലാ നന്മയുള്ളവരും പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മനുഷ്യനാകണമെന്നാണ്. തീർച്ചയായും എല്ലാ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ മേധാശക്തി ഉണ്ടായിരുന്ന എല്ലാ മഹാരഥന്മാരും പറയുന്നത് അടിസ്ഥാനപരമായി മനുഷ്യൻ കുറച്ചുകൂടെ നല്ല ബെറ്റർ മനുഷ്യനാകണമെന്നാണ്, ഹ്യൂമൻ ബീയിങ് എന്നാണ്. മാനവികതയുടെ പൂർണ്ണ അർത്ഥത്തിലെത്തുമ്പോഴാണ് ഒരു സമൂഹം കമ്മ്യൂണിസത്തിലെത്തുന്നതെന്നാണ് മാർക്സ് പറയുന്നത്. മാർക്സ് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യത്വത്തിൻ്റെ പീക്കിനെയാണ്. ഉദാത്ത മാനവികതയിലേക്ക് മനുഷ്യ സമൂഹം എടുത്തുയർത്തപ്പെടുന്ന ആ അവസ്ഥയുടെ പേരാണ് മാർക്സ് പറയുന്നത് കമ്മ്യൂണിസം എന്ന്. അവിടെ ഉള്ളവനുണ്ട് ന രാജ്യ സ്റ്റേറ്റ് വിൽ വിതറവേ എന്നാണ്. രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആരും ആരെയും ഭരിക്കേണ്ട കാര്യമില്ല, ആരും ആരെയും ഭരിച്ചിടാതെ തോളുരുമുന്ന ഒരു കാലമുണ്ടാകും. അപ്പം രാഷ്ട്രങ്ങൾ കൊഴിഞ്ഞു പോകും. സ്റ്റേറ്റ് വിൽ വിതറവേ, അത് നമ്മുടെ പൂർവ്വസൂരികളായ ഋഷിമാരും പറഞ്ഞിട്ടുണ്ട്. ന രാജ്യ, അങ്ങനെ വരുന്നൊരു കാലഘട്ടത്തിൽ രാഷ്ട്രങ്ങൾ ഉണ്ടാകില്ല. ന രാജാസ്വിദ്, രാജാക്കന്മാരുണ്ടാകില്ല. ന ദണ്ഡ്യ നജ ദണ്ഡ്യാസ്മിൻ, പോലീസും കള്ളനും ഉണ്ടാകില്ല. ചൂഷകനും ചൂഷിതനും ഉണ്ടാകില്ല. പീഡകനും പീഡിതനും ഉണ്ടാകില്ല. ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാകില്ല. ധർമ്മണ്യേവ പ്രജാ സർവാരക്ഷന്തി സ്മ പരസ്പര. ധർമ്മം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഡ്യൂട്ടി കൊണ്ട്, ജോലി തൊഴിൽ ചെയ്ത് കഴിവിനൊത്തു പണിയും, ചെലവിനൊത്തെടുക്കും, മിച്ചമുള്ളത് പകുത്ത് പങ്കുവയ്ക്കും. ഞാനും ഉണ്ടാകില്ല, നീയും ഉണ്ടാകില്ല. അങ്ങനെ മനുഷ്യ സമത്വത്തിൻ്റെയും മാനവികതയുടെയും ഏറ്റവും ഉയർന്ന ഒരു തലത്തിൽ എത്തേണ്ടതുണ്ട്, എത്തുക തന്നെ വേണമെന്ന പാതയാണ് മാർക്സ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഏറ്റവും ലളിതമായ, അദ്ദേഹം പറഞ്ഞ ആ ലളിതമായ ശാസ്ത്രീയമായ സോഷ്യലിസ്റ്റ് പന്ഥാവിനെ കുറിച്ചുള്ള വളരെ ലളിതമായ ഒരു വെർഷനാണ് എൻ്റെ മനുഷ്യനാകണമെന്ന അർത്ഥകവിത. മനുഷ്യനാകണം എന്നാണ്. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകില്ലതാണു മാർക്സിസം. തോൽക്കുകില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, ഞാനുമില്ല നീയുമില്ല നമ്മളാകണം. നമുക്കു നമ്മളെ പകുത്തു പങ്കുവയ്ക്കണം. പ്രണയമേ കലഹമേ, പ്രണയമേ കലഹമേ, പ്രകൃതി സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം. പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം. മനുഷ്യനാകണം. പുല്ലിനും പുഴുവിനും ചരാചരങ്ങളൊക്കെയും തുല്യമെന്ന നേരതിൻ്റെ പേരതാണു മാർക്സിസം. കിഴക്കു നിന്നുമല്ല സൂര്യൻ, തെക്കു നിന്നുമല്ല സൂര്യൻ, ഉള്ളിൽ നിന്നുയർന്നു പൊന്തി വന്നുദിക്കണം. വെളിച്ചമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. ചൊപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസ്സേ, അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ. മനുഷ്യ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യ സ്നേഹത്തിൻ്റെ പേരാണ് മാർക്സിസം. ഈ മാർക്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ മുതലാളിമാരാൽ, ഈ പ്രതിലോമകാരികളാൽ, ഫാസിസ്റ്റുകളാൽ, അന്ധവിശ്വാസികളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മഹാനായ മനുഷ്യനായിരുന്നു മാർക്സ്. അപ്പം സ്വാഭാവികമായും ഈ ചരിത്രത്തെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂടി വയ്ക്കാൻ കഴിയുകയില്ല.
ചരിത്ര സത്യങ്ങളെയും നന്മകളും ഏത് കാലഘട്ടത്തെയും അതിജീവിച്ച് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഈ മാർക്സിസ്റ്റ് മാനവികത ഒരു കാലത്ത് നമ്മുടെ പുതിയ തലമുറ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അത് ലോകത്തിൽ വ്യത്യസ്തങ്ങളായ ചലനങ്ങൾക്ക് ഇടയാക്കുക തന്നെ ചെയ്യും.